ഇന്നത്തെ വീഡിയോ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ പറ്റിയാണ്. കോട്ടയം ജില്ലയിൽ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പഴശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് കരുതുന്നു. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടുത്തെ മഹാദേവന് അന്നദാനപ്രഭു എന്നൊരു പേരുമുണ്ട്. ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗദൈവതകൾ, പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ഗണപതിയുടെ 3 പ്രതിഷ്ഠകളിൽ 2 എണ്ണം ക്ഷേത്രത്തിനകത്തും 1 പുറത്തുമായിട്ടാണ് ഉള്ളത്. വൃശ്ചിക മാസത്തിലെ കറുത്ത പക്ഷത്തിലെ നവമി ആറാട്ടായിട്ടുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാനമായ ആണ്ടുവിശേഷം. കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര, കുംഭമാസത്തിലെ ശിവരാത്രി, കുംഭാഷ്ടമി, ചിറപ്പ്, മണ്ഡലകാലം, വിഷു എന്നിവയും വിശേഷമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാദേവ ക്ഷേത്രം. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ സ്ഥലനാമ ഐതിഹ്യമൊന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ ശിവലിംഗത്തിൻ്റെ അറ്റം കണ്ടെത്തിയതായി അസത്യം പറഞ്ഞ കുറ്റത്തിന് ഭഗവാൻ ശിവൻ ബ്രഹ്മാവിൻ്റെ 5 തലകളിലൊന്ന് വെട്ടിമാറ്റി. ഇതേ തുടർന്ന് ഭഗവാനെ ബ്രഹ്മഹത്യാ പാപം ബാധിച്ചു. ഇതിനെ പരിഹരിക്കാനായി അദ്ദേഹം ബ്രഹ്മാവിൻ്റെ തലയോട്ടിയും കയ്യിലേന്തിക്കൊണ്ട് പാർവതി ദേവിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷ യാചിച്ചു. പലരും ഭഗവാന് ഭിക്ഷയായി പലതും കൊടുത്തു. എന്നാൽ തലയോട്ടി നിറഞ്ഞാൽ അത് അപ്പോൾ തന്നെ അദ്ദേഹം ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ 12 വർഷം കഴിഞ്ഞു. ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോഴും തലയോട്ടി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ഭഗവാൻ തലയോട്ടി വയ്ക്കാമെന്നു പറഞ്ഞു. അങ്ങനെ വയ്ക്കാം എന്ന പ്രയോഗമാണ് വൈക്കമായതെന്ന് വിശ്വസിച്ചു വരുന്നു. ഇനി നമുക്ക് ക്ഷേത്രപ്രതിഷ്ഠയുടെ ഐതിഹ്യമൊന്ന് മനസ്സിലാക്കാം. ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാല്യവനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ്സിരുന്നു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ശിവലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തൻ്റെ വലത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ കുറച്ചുനേരം വിശ്രമിച്ചു. ഉയർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വക്രപാതൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. തുടർന്ന് തൻ്റെ ഇടതു കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി താളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ഇന്നും 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെ കയറി വരുമ്പോൾ വാതിലിന് മുകളിലായിട്ട് തന്നെ നവഗ്രഹങ്ങളെ കൊത്തിവെച്ചിട്ടുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തെപ്പറ്റിയും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റിയും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.